കണ്ണൂരിലേക്ക് ഒന്ന് പോകുന്നു. അവിടെ കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ വലിയ പ്രതിഷേധം യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അഞ്ചരക്കണ്ടിയിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഷേധം. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സാരംഗ് സുരേഷുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, പ്രവർത്തകർ ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. പോലീസിന് ഇപ്പോൾ ബലപ്രയോഗം നടത്തേണ്ടി വരുന്നു. ഇത് മരമൊക്കെ പിടിച്ചാണല്ലോ നിൽക്കുന്നത്. ദിവീഷ് ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തകരെ ഇവിടെ നിന്ന് സമവായത്തിലേക്ക് എത്തിച്ച് മടക്കി വിടുന്നത്. നേരത്തെ എന്നാൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ബാരിക്കേഡിന് വശത്തോടെ കമ്മീഷണർ ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമം ഒരു കൂട്ടം പ്രവർത്തകർ നടത്തിയിരുന്നു. അത് പോലീസുമായി ഏറെ നേരം കയ്യാങ്കളിയിലേക്ക് എത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പിന്നീട് പ്രധാന ജില്ലാ നേതാക്കളടക്കമുള്ള ചില പ്രവർത്തകരെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടെ നിന്നും മടങ്ങുകയാണ്. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ തൊട്ട് അടുത്ത് തന്നെയുള്ള കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ദിവീഷ്, ശരി, പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു എന്നതാണ്. വലിയ പ്രതിഷേധമാണ് ഏറെ സമയം കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിരുന്നു. പിന്നീട് ജലപീരങ്കി പലതവണ പ്രയോഗിച്ചു. ഒടുവിൽ ബലം പ്രയോഗിച്ച് തന്നെ പലരെയും പോലീസിന് മാറ്റേണ്ടിയും വന്നു.